നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ കളർ ഗ്രേഡിങ്ങിൽ ലൈറ്റ്, കളറ് അങ്ങനെയുള്ള ചില വാക്കുകളെ കുറിച്ച് നല്ലപോലെ നമുക്ക് പഠിക്കേണ്ടി വരും. ലൈറ്റ് പ്രകാശത്തിനെ ഡിജിറ്റൽ സിഗ്നലുകളായി കൺവേർട്ട് ചെയ്താണ് നമ്മളിന്ന് ഈ കാണുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വിസിബിൾ സ്പെക്ട്രം, അതിൽ നിന്നാണ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കളർ ഓരോ വേവ് ലെങ്തിനനുസരിച്ച് ഓരോ കളറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ കളർ വെക്കുമ്പോൾ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ വേവ് ലെങ്തിനനുസരിച്ചാണ് ഓരോ കളറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ആദ്യം കളർ ഗ്രേഡിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് CMYK, എന്താണ് RGB. ഇത് ഒരു പ്രൈമറി ആയിട്ട് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് RGBയും CMYK. RGB എന്ന് പറയുന്ന അഡിറ്റീവ് കളേഴ്സും CMYK സബ്ട്രാക്റ്റീവ് കളേഴ്സുമാണ്. RGBയിൽ പ്രൈമറി കളേഴ്സായ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവ ചേർന്നിട്ട് വൈറ്റ് ഉണ്ടാക്കുകയും അതേസമയം CMYKയിൽ സിയാൻ, മജന്ത, യെല്ലോ ഈ 3 കളറുകൾ ചേർന്നിട്ട് ബ്ലാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഡിജിറ്റൽ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ മോണിറ്റർ ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ ഡിസ്പ്ലേ, മൊബൈലുകളുടെ ഡിസ്പ്ലേ ഇതെല്ലാം കൂടുതലും യൂസ് ചെയ്യുന്നത് RGB കളർ സിസ്റ്റവും അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രിൻറ്റിങ് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും CMYK ആണ്. അപ്പോൾ ഈ 2 കളർ സിസ്റ്റത്തിൽ നമ്മൾ കളർ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ RGB ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ ആയിരിക്കും. ഇവയുടെ മിക്സിൽ നിന്നാണ് നമുക്കിപ്പോൾ ഓരോ കളർ ടിൻറ്റുകളും കളർ ടോണുകളും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പോവേണ്ട ചില വാക്കുകളൊക്കെ ഉണ്ടാവുക. അവയെക്കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ലൂമിനൻസ് പറയുന്ന വാല്യൂ നമ്മൾ പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും കളർ ഗ്രേഡിങ്ങിൽ നമ്മൾ കാണുന്നതാണ്. ലൂമിനൻസ് എന്ന് പറയുന്ന ഒരു ബ്രൈറ്റ്നസ്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ അളവിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എത്രത്തോളം ബ്രൈറ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഡാർക്ക് ആണെന്ന് തീരുമാനിക്കാനായിട്ട് അത് ഒരു ലൂമിനൻസിൻ്റെ ഒരു അളവായിട്ട് ബ്രൈറ്റ്നസ്സിനെ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഒരു ടോണൽ റേഞ്ചിൽ ഡാർക്ക്, മിഡ് ടോൺസ്, ലൈറ്റ്, ഇത് ലൂമിനൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് 3 ആയിട്ടാണ്. അതിൽ ഡാർക്ക് ഉണ്ട്, മിഡ് ടോൺസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഇമേജിൽ തന്നെ കാണാം അതെന്താണെന്നുള്ളത്. ഇപ്പോൾ ബ്രൈറ്റ്നസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ താഴെ 2 ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ ഉണ്ട്, ഒരു യെല്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഏതാണ് ബ്രൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയാം യെല്ലോ ആണ് ബ്രൈറ്റ്. അതുപോലെ തിരിച്ച് ഏതാണ് ഡാർക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതിൽ ബ്ലൂ ആണ് ഡാർക്ക് എന്ന് പറയാം. എത്രത്തോളം ബ്രൈറ്റ് എന്ന് നിശ്ചയിക്കുന്നത് എപ്പോഴും മറ്റൊരു ഓബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു വാക്കാണ് ഹ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്യുവറായിട്ടുള്ള കളറാണ്. ഹ്യൂവിൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഇങ്ങനെ ഒന്നും മിക്സ് ചെയ്യാതെ പ്യുവറായിട്ടുള്ളൊരു കളറാണ്. ഇതിലേക്ക് ബ്ലാക്കോ വൈറ്റോ ഗ്രേയോ അങ്ങനെയുള്ള എന്തെങ്കിലും കളറുകൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് മറ്റു ടിൻറ്റ് ടോണുകളിലേക്കൊക്കെ മാറുന്നത്. ഇപ്പോൾ പ്യുവറായിട്ടുള്ള നിങ്ങൾക്ക് കാണാം 0 എന്ന് പറയുന്ന ഒരു വാല്യൂ തൊട്ട് 360 വരെയുള്ള വാല്യൂവിലേക്ക് പോകുമ്പോഴത്തേക്ക് വരുന്ന കളർ വേരിയേഷൻ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഹ്യൂ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടുവച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ലാഗാവാം. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, മനസ്സിലാക്കി വെക്കുക. ഈ സ്ലൈഡുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ടിൻറ്റ്, എന്താണ് ഷെയ്ഡ്, അല്ലെങ്കിൽ എന്താണ് ടോൺ. നമ്മൾ കേൾക്കുന്ന 3 വാക്കുകളാണ് കളർ ഗ്രേഡിങ്ങിൽ. ആഡിങ് വൈറ്റ് ടു എ കളർ ഈസ് നോൺ ആസ് ടിൻറ്റിങ്. ടിൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം ഇമേജുകൾ കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ്. ഇപ്പോൾ ടിൻറ്റ്, ഇവിടെ നമ്മൾ ടിൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ ടിൻറ്റ്, ഷെയ്ഡ്, ടോൺ ഈ 3 വാക്കുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടിൻറ്റിനെ കുറിച്ച് പറയുന്നു. പ്രൈമറി കളറായ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇതിലേക്ക് വൈറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന വാരിയേഷൻ നിങ്ങൾക്ക് അറിയാം. നോക്കും, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് വൈറ്റ് ആഡ് ചെയ്യുന്ന ഈ റൈറ്റ് സൈഡിലേക്ക് വൈറ്റ് ആഡ് ചെയ്തതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് മാക്സിമം വൈറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഒരു വേരിയേഷൻ കാണാം, ആ കളറിൽ വന്നേക്കുന്ന വേരിയേഷൻ. ഇങ്ങനെ ഒരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ടിൻറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സിലോട്ട് വൈറ്റ് ആഡ് ചെയ്തുണ്ടാകുന്ന വേരിയേഷൻസിനെ ടിൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഈ പ്രൈമറി കളേഴ്സിലേക്ക് നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിനെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടു, ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലാക്ക് ആണ്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് ബ്ലാക്കിൻ്റെ ടിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇൻറ്റൻസിറ്റി കുറഞ്ഞ റൈറ്റ് സൈഡിലും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ബ്ലാക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയാണ് വരുന്നത്. അപ്പോൾ ഷെയ്ഡ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഇമേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ അടുത്തതാണ് ടോൺ.
നിങ്ങൾ പലപ്പോഴും ടോൺ എന്ന് പറയുന്ന ഒരു വാക്കിനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് എന്താണ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ ഒരു ഇമേജ് തീർച്ചയായും സഹായിക്കും എന്ന് തന്നെ ഇതാണ്. ഗ്രേ കളർ നമ്മുടെ പ്രൈമറി കളേഴ്സിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിനൊരു ടോൺ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കാണാം നമ്മൾ 50% ഗ്രേ. ഫുൾ ഗ്രേ എന്ന് പറയുന്നത് ബ്ലാക്കിനും വൈറ്റിനും ഇടയ്ക്കുള്ള ഒരു പോർഷനാണ് ഗ്രേ. അത് 50% ഗ്രേ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ഇമേജ് പോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞു, മാക്സിമം ലെഫ്റ്റ് സൈഡിൽ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഗ്രേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടിൻറ്റ്, ഷെയ്ഡ്, ടോൺ ഈ 3 വാക്കുകളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണയായി എന്ന് കരുതുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഹ്യൂ മനസ്സിലായി, ടിൻറ്റ് മനസ്സിലായി, ഷെയ്ഡ് മനസ്സിലായി, ടോൺ മനസ്സിലായി. ഈ വാക്കുകളൊക്കെ നമുക്ക് ഗ്രേഡ് ചെയ്യുന്ന ബാക്കി സമയങ്ങളിൽ ഒരുപാട് ഉപയോഗം. ഇതൊരു സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ് എല്ലാം കാണുന്നത് നമ്മുടെ എഡിറ്റിംഗ് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത സാച്ചുറേഷൻ. നിങ്ങളെപ്പോഴും ക്യാമറയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായാലും നിങ്ങൾ സ്ഥിരം കാണാറുള്ള ഒരു വാക്കാണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്നുള്ളൊരു കളറിൻ്റെ പ്യൂരിറ്റിയാണ്. നമ്മൾ പഠിച്ചു എന്താണ് ടോൺ എന്നുള്ളത്. ടോണിൽ നമ്മൾ വൈറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്യുവർ ഹ്യൂ കളറിൽ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷൻ, അല്ലെ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു കളറിൻ്റെ പ്യൂരിറ്റിയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഈ കാണുന്ന ഇമേജിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു വിവിഡ് ലുക്ക്, കണ്ണിന് മാക്സിമം കളർഫുള്ളായിട്ടുള്ള ലുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ടോണിൻ്റെ ഒരു വേരിയേഷനെ നമുക്ക് സാച്ചുറേഷനായിട്ട് കണക്കാം. ടോണിൻ്റെ വേരിയേഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ പ്യുവർ ഹ്യൂ ആണ് റൈറ്റ് സൈഡ് കാണുന്നത്. പ്യുവർ ഹ്യൂവിലേക്ക് വൈറ്റ് ആഡ് ചെയ്തു, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ടോൺ. അപ്പോൾ ടോണിൻ്റെ ഒരു വേരിയേഷൻ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് സാച്ചുറേഷൻ കുറവെന്ന് പറയാം. നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതോറും സാച്ചുറേഷൻ കൂടി ഫുൾ സാച്ചുറേഷൻ എത്തുമ്പോഴത്തേക്ക് അത് പ്യുവർ ഹ്യൂ ആയി മാറും, ഹ്യൂ കളേഴ്സായി മാറും. ഓക്കെ, കുറച്ച് കാര്യങ്ങളോടെ ഉണ്ട് സ്ലൈഡിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലുള്ള ഡൗട്ടുകൾ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേർഡ്സുകളെ കുറിച്ച് ഞാൻ വളരെ ഫാസ്റ്റായിട്ടൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള ചില വേർഡ്സുകളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനിയൊരു ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ വിൻഡോയിൽ ഇപ്പോൾ കാണുന്നത് ഞാൻ കാനോണിൻ്റെ USRൽ ഷൂട്ട് ചെയ്ത ഒരു ഇമേജാണ്. ഈ ഒരു വീഡിയോ ഫയലാണ് ഇതിനകത്ത്. ഓക്കെ, ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ കാനോണിൻ്റെ ലോഗ് ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ലോഗ് നിങ്ങൾക്കറിയാം, ഒരു ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാക്സിമം ഡൈനാമിക് റേഞ്ച് വരുന്നൊരു പിക്ചർ സ്റ്റൈലാണ് ലോഗ്. അപ്പോൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോയാൽ അത് ഒരു ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ പറയാം, ഒരു ഫ്രെയിമിൽ തന്നെ പ്യൂറസ്റ്റ് വൈറ്റ് ഉണ്ടാവും, പ്യൂറസ്റ്റ് ഡാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ ഒരു റൂമിനകത്ത് നിന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നല്ല ബ്രൈറ്റാണ്, നല്ല ഹയസ്റ്റ് ബ്രൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അകത്ത് നോക്കുമ്പോൾ അകത്ത് ചുവര് ഡാർക്കാണ്. നമ്മളൊരു ക്യാമറ വെച്ചിട്ട് ഇത് എക്സ്പോസ് ചെയ്യുന്ന ടൈമിൽ ഒന്നുകിൽ പുറത്തെ ലൈറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ അകത്തെ ലൈറ്റിനെ ബാലൻസ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ ലൈറ്റിനൊത്ത് നമ്മൾ അകത്ത് ലൈറ്റ് അപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടിനെയും ഒരേ ഫ്രെയിമിൽ ഒരേ ബാലൻസ് ചെയ്ത് ലൈറ്റ് ചെയ്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. എന്നാൽ ഡൈനാമിക് റേഞ്ച് കൂടിയ ക്യാമറ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് പുറത്തെ ഇത്രയും ഹയസ്റ്റ് ബ്രൈറ്റും അകത്തെ ഡാർക്കായിട്ടുള്ള ഈ ഒരു ചെവരും നമുക്ക് ഒരേപോലെ തന്നെ ക്യാമറയിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഒരേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചിനെ ഒന്ന് കംപ്രസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന REC 709 എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന വീഡിയോയുടെ കളർ സ്പേസ്. REC 709 നമ്മൾ ഒരു 0 തൊട്ട് 100 വരെ ഒരു വാല്യൂസ് ഉണ്ട്. ഈ 0 എന്ന് പറയുന്നത് അതിൻ്റെ പ്യൂറസ്റ്റ് ബ്ലാക്കും, അതുപോലെ 100 എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ബ്രൈറ്റുമാണ്. അപ്പോൾ ഈ 0ക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത് ക്ലിപ്പ് ചെയ്ത ബ്ലാക്കാവും, ബ്ലാക്ക് ക്രഷ് ചെയ്ത് പോകുന്നൊരു ബ്ലാക്കാണ്. നമുക്ക് കാണാം കുറച്ച് ഡീറ്റെയിൽ ഇല്ലാതെ പോകുന്ന ബ്ലാക്കും. അതുപോലെ തന്നെ 100ന് പുറത്ത് പോകുമ്പോൾ ക്ലിപ്പ് ചെയ്യുന്ന വൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം ചില ബ്ലീച്ചായി പോയി, ചില ഡ്രസ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഒന്നും ഇല്ലാതെ, വൈറ്റ് ഡ്രസ്സിലൊന്നും അതിൻ്റെ ബട്ടൺസോ അങ്ങനെ ഡീറ്റെയിൽ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് REC 709 കളർ സ്പേസിൽ 100ഉം അതിൻ്റെ ലോസ്റ്റ് പോയിന്റ് ഷാഡോ റീജിയൻ 0യിലുമാണ് ടച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്താണ് എന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് കളർ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെ ലൈറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്ന ഒരു ഇമേജ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ലൈറ്റ് എങ്ങനെ ബാലൻസ് ചെയ്ത് ആദ്യം പ്രോപ്പർ എക്സ്പോഷർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരാം. അവിടെ നിങ്ങളുടെ സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാം, തീർച്ചയായും മറുപടികൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്ന ഇമേജ് USR ഞാൻ പറഞ്ഞ പോലെ ലോഗിൽ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ ലൂമിനൻസ് മാപ്പ്. കമാൻഡ് 7 അടിക്കുവാണെങ്കിൽ ഈ ലൂമിനൻസ് മാപ്പ് FCP 10 ഡിസ്പ്ലേ ആകും. അപ്പോൾ ലൂമിനൻസ് മാപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 0 മുതൽ 100 വരെയുള്ള വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ 0 എന്ന് പറയുന്നത് അതിൻ്റെ പ്യൂറസ്റ്റ് ബ്ലാക്കും, അതുപോലെ 100 എന്ന് പറഞ്ഞാൽ പ്യൂർ വൈറ്റുമാണ്. ഞാനിപ്പോൾ ഇത് ലോഗ് ഫോർമാറ്റിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കംപ്രസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്യൂറസ്റ്റ് ബ്രൈറ്റ് ഏകദേശം 75 റേഞ്ചിലും, അതുപോലെ തന്നെ പ്യൂറസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു 13 റേഞ്ചിലുമാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾ ലോഗിലല്ല ഷൂട്ട് ചെയ്യാത്ത മറ്റൊരു ഇമേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ലോഗിലല്ല, നോർമലി ഒരു പിക്ചർ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ പ്യൂറസ്റ്റ് ബ്ലാക്ക് 0, ആൾമോസ്റ്റ് 0 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് ബ്രൈറ്റ് അറൗണ്ട് 100 ടച്ച് ചെയ്ത്. ഇത് പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ട് ഹിസ്റ്റോഗ്രാം നോക്കി നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു ഇമേജാണ്. അപ്പോൾ അന്നേരം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഹിസ്റ്റോഗ്രാം നോക്കി 100നും 0നും റേഞ്ച് നിർത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം, ഈ ഇമേജിൽ യാതൊരു ഡീറ്റെയിലും തന്നെ നഷ്ടമായിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ മോഡലിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ട്, ഓർണമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഡ്രസ്സിൽ എല്ലായിടത്തും ഒരു ഹൈലൈറ്റ് ബേണിംഗ് ഇല്ല, മൊത്തത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹിസ്റ്റോഗ്രാമിനകത്ത് നിർത്തി ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹിസ്റ്റോഗ്രാം റീഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഹിസ്റ്റോഗ്രാം റീഡിങ്ങിനെ കുറിച്ച് മറ്റൊരു ക്ലാസ് എന്തായാലും നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധൈര്യമായി വരാം, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു ഇമേജ് ആണെങ്കിൽ അത് പ്രോപ്പർലി ലൈറ്റ് ബാലൻസ്ഡ് ആയിരിക്കും. നമ്മൾ ഇൻ കേസ് ലോഗിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്റോഗ്രാം അങ്ങനെ നോക്കണമെന്ന് വലിയ നിർബന്ധമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ലോഗിൽ ഷൂട്ട് ചെയ്ത ഇമേജിലേക്ക് പോവുകയാണ്. ലോഗിൽ ഷൂട്ട് ചെയ്തൊരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കാണുന്നുണ്ട് ഈ ഇമേജിൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് ഇല്ല, പ്യുവർ വൈറ്റ് ഇല്ല. ഇപ്പോൾ ബ്ലാക്ക് സാരിയാണ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെയർ, അതൊക്കെ നമുക്ക് ഇമേജിൽ ഡിസ്പ്ലേ ആവുന്ന ആൾമോസ്റ്റ് ഒരു ഗ്രേ ടിൻറ്റിലാണ്. അപ്പോൾ അത് പ്യുവറായിട്ട് ബ്ലാക്ക് സെറ്റ് ചെയ്തിട്ടില്ല, ബ്ലാക്ക് ബാലൻസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വൈറ്റിലോട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ടില്ല. അത് കംപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഇമേജാണ്, എന്നാൽ അതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റേഞ്ചിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കാണ് അതിന് നല്ലൊരു ടോണൽ റേഞ്ചിലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം FCPയുടെ നോർമൽ ഡിഫാൾട്ട്, നമ്മൾ പുറത്തുള്ള തേർഡ് പാർട്ടി പ്ലഗിൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഈ ഗ്രേഡിംഗ് ക്ലാസ്സിൽ മൊത്തം. FCPയുടെ തന്നെ ബിൽറ്റ് ഇൻ പ്ലഗിൻ കളർ ബോർഡ്. FCPക്ക് 4 കളർ ഗ്രേഡിംഗ് പാനലുണ്ട്. കളർ ബോർഡ്, കളർ വീൽസ്, കളർ കർവ്, ഹ്യൂ, സാച്ചുറേഷൻ കർവ്. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു LUTയോ തേർഡ് പാർട്ടി പ്ലഗിൻസ് അങ്ങനെ ഒന്നും തന്നെ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ബോർഡിലേക്ക് തന്നെയാണ് ഫസ്റ്റ് പോകുന്നത്. കളർ ബോർഡിൽ 3 പോർഷനാണുള്ളത്: കളർ, സാച്ചുറേഷൻ, എക്സ്പോഷർ. ഇപ്പോൾ സാച്ചുറേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, കളർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എക്സ്പോഷർ എന്താണെന്നുള്ളത് ബ്രൈറ്റ്നെസ്സിൻ്റെ മറ്റൊരു വാല്യൂ തന്നെയാണ് എക്സ്പോഷർ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു തിയറി പഠിച്ച് വരുവാണെങ്കിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലേക്ക് മാറിയാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എക്സ്പോഷറിലേക്ക് പോകുമ്പോൾ അതിനകത്ത് 4 ചെറിയ ഡോട്ട്സുകൾ നിങ്ങൾ കാണുന്നു. അതിൽ ഫസ്റ്റ് ഡോട്ട്സ് ഓവറോൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹിസ്റ്റോഗ്രാം വാല്യൂസിൽ അല്ലെങ്കിൽ ലൂമിനൻസ് മാപ്പിൽ ടോട്ടലായിട്ട് മൂവ് ആവുകയാണ് ചെയ്യുന്നത്. ആ ടോണൽ റേഞ്ചിനെ മൊത്തത്തിൽ ഉയരോട്ടും മൊത്തത്തിൽ താഴോട്ടുമാണ് നീക്കുന്നത്. നമുക്കൊരു ഓവറോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട സമയത്ത് മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിടുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു 3 പോർഷൻ. നമ്മൾ നേരത്തെ നമ്മൾ ടോണൽ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കണ്ടു. നമുക്ക് ഒന്നുകൂടി തിരിച്ച് അതിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇതാണ് ലൂമിനൻസ് വാല്യൂവിൽ ടോണൽ റേഞ്ച്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ടോണൽ റേഞ്ചിൽ മിഡ് ടോൺസ്, ഡാർക്ക്, ലൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന, പിന്നെ ഞാൻ പറഞ്ഞു ഡൈനാമിക് റേഞ്ചിലെ പ്യൂറസ്റ്റ് വൈറ്റ്, പ്യൂറസ്റ്റ് ബ്ലാക്ക്. ഇതിനിടയ്ക്ക് വരുന്നത് നമ്മൾ പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജസിനകത്ത് ഒരു മിഡ് ടോൺ ഉണ്ടാവും, പ്യൂറസ്റ്റ് ഡാർക്ക് ആയിട്ടുള്ള ഷാഡോ ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്യൂറസ്റ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഇമേജിലേക്ക് മാറാം. ഓക്കെ, ഇമേജിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ഷാഡോ, ഇതാണ് ഇതിൻ്റെ മിഡ് ടോൺ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ഈ ഇമേജിനെ പ്രോപ്പർലി ബാലൻസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് പോയിന്റ് സെറ്റ് ചെയ്യുകയാണ്.
ബ്ലാക്ക് പോയിന്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് സ്ലൈഡർ നമ്മൾ ഓയിലോട്ട് പോവുകയാണെങ്കിൽ ബ്ലാക്ക് 0 നിന്ന് ഒരുപാട് അകന്നു പോയി നയിക്കണം. തിരിച്ച് 0യിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ താഴോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ആൾമോസ്റ്റ് ജസ്റ്റ് 0യിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഒരുപാട് താഴേക്കും പോകരുത്, 0യിൽ ടച്ച് ചെയ്ത്. കാരണം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്. നമുക്ക് നല്ലൊരു മോണിറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ചെറിയൊരു മോണിറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്നത് ആൾമോസ്റ്റ് ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഹൈലൈറ്റ് പോയിന്റ് പിടിച്ചിട്ട് നമ്മുടെ മാക്സിമം ബ്രൈറ്റ് പോയിന്റായ 100ലും കൊണ്ട് ടച്ച് ചെയ്യുന്നു. 100 ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വന്ന് ഇടയ്ക്കൊരു പോർഷൻ്റെ ഒരു മൂവ്മെൻറ്റ് മാറിയിട്ടുണ്ട്. ഓവറോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയൊരു മാറ്റം വന്നു. അത് നമ്മൾ സെൻറ്ററിൽ മിഡ് ടോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ ബ്ലാക്ക് ഞാൻ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, മിഡ് ടോണിൽ കുറച്ച് ബ്രൈറ്റ്നസ് വയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഇമേജിൽ വന്ന മാറ്റം. ഈ ഇമേജ് ഇത്രത്തോടെ ഇപ്പോൾ ഇതിൽ പ്രോപ്പർലി ബ്ലാക്ക് ബാലൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈയസ്റ്റ് ബ്രൈറ്റ് ബാലൻസ് ആയിട്ടുണ്ട്. എന്നാൽ ഒരു പോർഷൻ പോലും ക്ലിപ്പായി പോയിട്ടില്ല, അല്ലെങ്കിൽ ഹൈലൈറ്റ് ബേണായി പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് ആദ്യം പഠിക്കേണ്ട പാഠം പ്രോപ്പർലി ഒരു ഇമേജ് എങ്ങനെ ലൈറ്റ് ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കാം, നമുക്കിതിന് ബിഫോർ ഇതാണ്, ആഫ്റ്റർ ഇത്. നമുക്ക് ആ ടോണൽ റേഞ്ചിൽ വരുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലൂമിനൻസ് റേഞ്ചിൽ വരുന്ന ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മറ്റൊരു ഇമേജിലൂടെ ഇതേപോലെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത ടൈമിൽ തന്നെ കുറച്ചുകൂടെ അണ്ടറായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഇമേജ് ആയിരുന്നു ഇത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ആ ഒരു ക്ലിപ്പിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഡാറ്റ റീജിയനിൽ കുറച്ച് കുറവുള്ളത്. കാരണം നമ്മൾ ആർട്ടിസ്റ്റിനെ എക്സ്ട്രാ ലൈറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ച് ലൈറ്റ് ജഡ്ജ് ചെയ്ത ടൈമിൽ പറ്റിയൊരു മിസ്റ്റേക്കാണത്. ഓക്കെ, നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം പ്രോപ്പറായിട്ട്. പ്യുവർ ബ്ലാക്ക് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രൈറ്റ് പോയിന്റും സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കാണാം ബിഫോർ ആഫ്റ്റർ. നമുക്ക് ആവശ്യമുള്ള പോർഷൻ്റെ ബ്രൈറ്റായി, അതുപോലെ തന്നെ ഷാഡോ റീജിയൻ ഷാഡോ ആയി. ഈ ചെടിയുടെ താഴെ കാണുന്ന ചെറിയ ഇലകൾക്ക് പോലും ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ലോഗിൽ ഷൂട്ട് ചെയ്യുക, ഫസ്റ്റ് പ്രോപ്പറായിട്ട് ലൈറ്റ് ബാലൻസ് ചെയ്യുക. കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് പാഠം തന്നെയാണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കി സാച്ചുറേഷൻ കളർ, അതുപോലുള്ള കളർ ഗ്രേഡിങ്, കളർ ടോണിങ്, പ്രൈമറി കളർ കറക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന എപ്പിസോഡിൽ കാണാം. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.